ഹലോ ഹായ്. ഇന്ന് നല്ല മഴയായിരുന്നു അല്ലേ? മഴയത്ത് എല്ലാവർക്കും വിശപ്പും കൂടും. അങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഞാൻ പോയി ഒരു ചെറിയൊരു കഷ്ണം കപ്പ ഇരിപ്പുണ്ടായിരുന്നേ, അതിനെ കൊണ്ട് ഒരു സ്നാക്സ് അങ്ങോട്ടുണ്ടാക്കി. കപ്പ ചെറുതായി വെട്ടിയെടുത്ത് ചെറിയ രീതിയിൽ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഈ മഴയത്ത് കിട്ടുന്ന കപ്പ ഒന്നും വെന്ത് കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് വിസിലൊക്കെ അടുപ്പിച്ചാണ് ഇത്രയും വേവിച്ച് കൊണ്ടുവന്നത്. അതിലേക്ക് ചിരകിയ തേങ്ങയും വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്ത് നന്നായി മിക്സാക്കണം. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞളും കൂടിയും ചേർക്കണേ. പിന്നെ ഗരം മസാലയും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണല്ലോ. എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച് ഇതിനെ നിങ്ങൾക്ക് കപ്പ ബോണ്ടാന്നോ അല്ലെങ്കിൽ കപ്പ പക്കുവടന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇത് ഓരോ ഉരുളകളായിട്ട് വേണം തിളക്കുന്ന വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ, 400 കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതോടുകൂടി എൻ്റെ എണ്ണ പലഹാരം ഉണ്ടാക്കൽ ഇവിടെ നിൽക്കും. ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മളെ പോക്കറ്റ് കാലിയാകുന്നതിനും നല്ലതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ചെറിയൊരു കഷ്ണം കപ്പ കൊണ്ട് ഞാൻ ഇത്രയും കപ്പ ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഒരു കപ്പ, ചെറിയ കപ്പ ഒരു 250 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇത് ധാരാളമായിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ ചായയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു ഇതാ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.